ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും ഗാഡ്ഗറ്റ് ടൈമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പണ്ട് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ആരെങ്കിലും ഒരു പുതിയ വാച്ച് വാങ്ങിയാൽ നമ്മളെല്ലാവരും സംസാരിച്ചതിൻ്റെ കണക്ക് അവൻ വന്നിട്ട് ഇങ്ങനെ തലയിലൊക്കെ ചൊറിഞ്ഞ് ഈ കയ്യൊക്കെ ഉയർത്തി ഒരു സംസാരം ഉണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം? അവൻ്റെ ആ പുതിയ വാച്ച് ഗോൾഡൻ വാച്ചൊക്കെ ആയിരിക്കും ഇതുപോലെ. അപ്പോൾ അത് നമ്മുടെ ഇടയിൽ ആ ശ്രദ്ധ ആകർഷിച്ച് നമ്മളതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം, പുതിയ വാച്ച് വാങ്ങിയോ എന്നൊക്കെ. പക്ഷേ ഇന്ന് ഇത്തരം വാച്ചുകളൊന്നും കണ്ടാൽ നമ്മളാരും മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ? വാച്ചുകളുടെ രൂപം മാറി. അതിനുശേഷം യുവാക്കളുടെ മനം കവർന്ന് ഡിജിറ്റൽ വാച്ചുകൾ വന്നു. കാസിയോ അല്ലെങ്കിൽ G-Shock മോഡലുള്ള നല്ല വില കൂടിയ നല്ല മത്തങ്ങ വലിപ്പത്തിലുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള കുറേ വാച്ചുകൾ. ഇന്ന് അതും ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറി. കാലം മാറുന്നതിനൊപ്പം വാച്ചുകളുടെ കോലത്തിലും മാറ്റം വന്നു. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ വന്നത് അത്തരത്തിൽ കോലം മാറിയ വാച്ചിൻ്റെ മറ്റൊരു രൂപം, സ്മാർട്ട് ബാൻഡ് എന്ന് പറയപ്പെടുന്ന സ്മാർട്ട് വാച്ചുകൾ. സ്മാർട്ട് വാച്ചുകൾ പല കമ്പനികളുടേതുണ്ട്, പല രീതിയിൽ പല ഫങ്ഷനുകളുള്ളത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. 3 വാച്ചുകൾ തുടർച്ചയായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങളിത് കണ്ടതിന് ശേഷം അപ്പം തന്നെ പോയി പർച്ചേസും ചെയ്തേക്കരുത്. കാരണം ചിലപ്പോൾ ഇതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഫീച്ചേഴ്സുള്ള ഒരു വാച്ചായിരിക്കാം അടുത്ത വീഡിയോയിൽ വരുന്നത്. അതുകൊണ്ട് 3 വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രം സാവധാനത്തിൽ നമുക്ക് പർച്ചേസൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ലെനോവോയുടെ HW01 എന്ന ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലെനോവോയുടെ ആദ്യത്തെ ഫിറ്റ്നസ് ബ്രാൻഡാണ് HW01. കിറ്റ്കാറ്റ് വേർഷൻ മുതലുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലും iOS 8 മുതലുള്ള ആപ്പിൾ ഡിവൈസുകളിലും കണക്ട് ചെയ്യാവുന്ന ഒരു ബജറ്റ് സ്മാർട്ട് ബാൻഡാണ് HW01. 128x32 പിക്സലിന്റെ OLED ഡിസ്പ്ലേയുള്ള ഈ സ്മാർട്ട് ബാൻഡിന്റെ വില 2000 രൂപയാണ്. ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഇതിന്റെ വിൽപ്പന ഇപ്പോൾ ഉള്ളത്. 5 ദിവസം വരെ ചാർജ് നിലനിൽക്കുന്ന റീചാർജ് ചെയ്യാവുന്ന ലിഥിയം പോളിമർ ബാറ്ററിയാണ് ലെനോവോയുടെ ഈ സ്മാർട്ട് ബാൻഡിനുള്ളത്. റീചാർജ് ചെയ്യുന്നതിനായുള്ള USB കേബിൾ നമുക്ക് പാക്കേജിനൊപ്പം ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ താഴെ സ്ട്രാപ്പിനോട് ചേർന്ന് സ്വല്പനേരം അമർത്തിപ്പിടിച്ചാൽ സ്മാർട്ട് ബാൻഡ് ഓൺ ആകും. സമയവും തീയതിയും ബാറ്ററി ചാർജ് ലെവലും ബ്ലൂടൂത്ത് ഐക്കണുമാണ് നമുക്കതിൽ ആദ്യമായി കാണാനാവുന്നത്. ബാക്ക് സൈഡിലായി ബ്ലഡ് പ്രഷർ അളക്കുന്നതിനുള്ള സെൻസർ കാണാം. അതിനു മുകളിലായി USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഭാഗവും കാണാം. ഡിസ്പ്ലേ നിശ്ചിത സമയം കഴിഞ്ഞാൽ തനിയെ ഓഫ് ആകും. കൈ നമ്മൾ തിരിച്ചാൽ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായി ഓണായി നമുക്ക് സമയം കാണിച്ചു തരും. ഈ സ്മാർട്ട് ബാൻഡിൽ നമുക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ്: ആക്ടിവിറ്റി ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, സ്റ്റെപ്പ് കൗണ്ട്, കലോറീസ് ബേൺ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, മൊബൈൽ നോട്ടിഫിക്കേഷൻസ് എന്നിവയാണ്. ഫോണിൽ പവർ ഓണാക്കാൻ ചെയ്തതുപോലെ അതേ സ്ഥാനത്ത് സ്വല്പസമയം കൂടുതൽ അമർത്തിപ്പിടിച്ച ശേഷം ഇടവിട്ടമർത്തിയാൽ ഹാർട്ട് റേറ്റ് മോണിറ്ററും മറ്റു സൗകര്യങ്ങളും നമുക്ക് കാണാം. $22 ഗ്രാം ഭാരം മാത്രമുള്ള ഈ സ്മാർട്ട് ബാൻഡ് സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ചതാണ്. ലെനോവോയുടെ സ്മാർട്ട് ബ്രേസ്ലെറ്റ് ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ബ്ലൂടൂത്ത് മുഖേന ഫോണും സ്മാർട്ട് ബാൻഡും തമ്മിൽ കണക്ട് ചെയ്താൽ സ്മാർട്ട് ബാൻഡിലെ ഡാറ്റ മൊബൈൽ ആപ്പിലേക്ക് സിങ്ക് ആവും. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അളക്കുന്നതിന്റെ ഹിസ്റ്ററി മുഴുവൻ ആപ്പിലൂടെ അറിയാം. ഒപ്പം വീണ്ടും അളക്കാനും ആപ്പ് ഉപയോഗിക്കാം.
എത്ര മണിക്കൂർ ഉറക്കം എന്ന് സെറ്റ് ചെയ്താൽ ആ സമയം കഴിയുമ്പോൾ സ്മാർട്ട് ബാൻഡ് നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഫോണിൽ കോൾ വന്നാൽ വിളിക്കുന്ന ആളുടെ നമ്പർ അറിയാനും വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള ആപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആ ആപ്പിന്റെ ഐക്കൺ ഡിസ്പ്ലേ ചെയ്ത് അതിലെ ആക്ടിവിറ്റി നിങ്ങളെ അറിയിക്കുന്ന ഫീച്ചറും ലെനോവോയുടെ സ്മാർട്ട് ബാൻഡിലുണ്ട്. ഫോണിൽ ഫോട്ടോ എടുക്കാനുള്ള റിമോട്ട് സ്വിച്ചായും ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള ഡിവൈസായും മൊബൈലിലെ മ്യൂസിക് പ്ലേ ചെയ്യിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസായും സ്മാർട്ട് ബാൻഡ് ഉപയോഗിക്കാം. സ്മാർട്ട് ബാൻഡ് എന്നാൽ ഒരു ചെറിയ ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കാണുമല്ലോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറെ അധികം ഫീച്ചേഴ്സ് ഉള്ള മറ്റൊരു കിഡിലൻ സ്മാർട്ട് ബാൻഡിനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും. അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പൽ കാണാം. അതമർത്തിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം. ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും. ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും അടിക്കുക. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മ.